ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളാവും അല്ലേ? എങ്കിൽ എന്നെ ആദ്യം കാണുന്നവരെ ചോ എല്ലാം വിട്ടുപോയി. എന്നെ ആദ്യമായിട്ട് കാണുന്നവർ, എൻ്റെ പേര് അനന്തൂർ ജിലാൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആണ്. പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാരണം എന്ന് പറയുന്നത്, ഒരുപാട് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറച്ച് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവളവർ ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ വീഡിയോ ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. എൻ്റെ കൈക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഇടത് കൈക്ക് ടെന്നീസ് എൽബോ എന്നൊരു പ്രശ്നം. അപ്പോൾ ഒരു ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ഞാൻ ടെന്നീസ് കളിക്കാനോ അങ്ങനെയൊന്നും പോകാറില്ല. മാത്രമല്ല, ഇത് സ്ഥിരമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നവർക്കാണ് ഈ അസുഖം വരാറ്. കളിക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് ജോലികൾ കൊണ്ടൊക്കെ ടെന്നീസ് എൽബോ വരുന്നത്. പക്ഷേ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് വന്നതാണ്. എൻ്റെ അഹങ്കാരത്തിന് ഒരു 10-35 ടബ്ബോട് കൂടി താമരയൊക്കെ എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പോയി അതോടെ അർബാനയ്ക്കകത്തൊക്കെ വെച്ച് ഉരുട്ടി ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ടെന്നീസ് എൽബോ വന്നു. ഒരു 4-5 മാസത്തോളം ഞാൻ എൻ്റെ പിറക്കെയായിരുന്നു. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. ഇപ്പോൾ ഒരുവിധം ശരിയായിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റുഡിയോ, നിങ്ങളിപ്പോൾ എൻ്റെ റൂമിൽ അല്ല ഞാനിപ്പോൾ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങളുടെയൊക്കെ ഒരു പ്രചോദനവും നിങ്ങളുടെയൊക്കെ സ്നേഹവും പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരുള്ളെങ്കിൽ പോലും അത് വളരെ വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഒരു ചാനലല്ല, ഒരു സ്റ്റുഡിയോ ഞാൻ തട്ടിക്കൂട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ റൂമിൽ ചെയ്യാൻ കുറേ പരിമിതികളുണ്ട്. കാര്യം ബെഡ്റൂമിൽ നമ്മൾ ഈ ലൈറ്റും സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ അത്യാവശ്യം ഒരു നല്ല രീതിക്ക് ഒരു പ്രൊഫഷണൽ ലുക്ക് ടച്ചോട് കൂടി ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അതിലേക്ക് എത്തുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ കുറച്ച് ക്യാമറയും കാര്യങ്ങളും സ്റ്റാൻഡും എല്ലാം കൂടെ വെച്ച് റൂമിൽ വളരെ കൺജസ്റ്റഡ് ആയിപ്പോയി. പൊടിയും വലയൊക്കെ അടിച്ചിട്ട് ആകെ ഒരു തരം അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ക്യാമറയും കാര്യങ്ങളും സ്റ്റാൻഡൊക്കെ പറക്കി തിരിച്ച് വെക്കുന്നത് വളരെ ഒരു മെനക്കെട്ടൊരു പരിപാടിയാണ്. ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോകാം, നാളെ വന്നിരിക്കുക, പിന്നെയും ഓൺ ചെയ്ത് അങ്ങ് പരിപാടികൾ തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റുഡിയോ തട്ടിക്കൂട്ടി എടുത്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാത്രി ഏതാണ്ടൊക്കെ ഒരു 8:45-9 മണിയായി. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് 5:30 മണിക്ക് ഞാൻ തുടങ്ങിയതാണ് ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. അങ്ങോട്ട് സെറ്റായി വരുന്നതേ ഉള്ളൂ. എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം, കുറേ ഐഡിയസിലാണ് ചെയ്തത്. പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്കും ലൈറ്റൊക്കെ വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റാകുന്നില്ല. എങ്കിലും നല്ല രീതിക്ക് ചെയ്യാം. നമുക്ക് 1-2 ഫ്രെയിമുകളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്താ പറയേണ്ടത്? പിന്നെ ഒരു പോഡ്കാസ്റ്റ് തട്ടിക്കൂട്ടാനുള്ള സെറ്റപ്പിലായിട്ട് ഇവിടെ കുറേ പോഡ്കാസ്റ്റ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അറിയില്ല. കുറേ മൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒരു പോഡ്കാസ്റ്റൊക്കെ തട്ടിക്കൂട്ടും. എന്നെ പോഡ്കാസ്റ്റ് ആരും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു റിവഞ്ച് എന്ന പോലെ ഞാൻ തന്നെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാമെന്ന് വെച്ചു. ഇവിടെയുള്ള കുറേമാരെയൊക്കെ വിളിച്ചൊക്കെ ചെയ്യാം. വലിയ സംഭവങ്ങളൊന്നുമില്ല. എന്തെങ്കിലും വന്നിന്ന് വളവള അടിക്കുക. എന്തായാലും നല്ല കുറച്ച് കണ്ടൻറ്റുകളായിട്ട് വരണം എന്നാണ് ആഗ്രഹം. ഓക്കെ, പിന്നെ എൻ്റെ ചാനൽ ടെക്കി യാത്ര എന്ന പേരെങ്കിലും താടി മീശയാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ അടിയിൽ തന്നെ താടി മീശയെ പറ്റിയിട്ടുള്ള കമൻറ്റുകളൊക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ തടി മീശയുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ഉണ്ടാകും. കുറച്ച് പ്രോഡക്റ്റുകൾക്കുള്ളൊക്കെ റിവ്യൂസും കുറേ പ്രൊമോഷൻ വർക്ക് വരാനുണ്ട് കേട്ടോ. ഞാൻ പ്രൊമോഷൻ ചെയ്യില്ല എന്ന് പറയില്ല, പ്രൊമോഷൻ ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. എന്നെപ്പോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സും പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. കാര്യം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പ്രൊമോഷൻ വർക്കൊക്കെ കിട്ടില്ലേ പറ്റൂ. പക്ഷേ എന്തും ചാടിക്കയറി കണ്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അത്യാവശ്യം ചെയ്താൽ എനിക്കും ഗുണമുണ്ട്, നിങ്ങൾക്കും അതൊരു ബെനിഫിറ്റ് ആകുമെങ്കിൽ മാത്രമാണ് ഞാൻ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ. അല്ല കണ്ട അണ്ടനെ അടകോടനും പറയുന്നതും കേട്ട് പ്രൊമോഷൻ ചെയ്യണമെന്ന് എന്നെ കിട്ടില്ല, ചെയ്യത്തുമില്ല. ഒരുപാട് ഇപ്പോൾ താടി മീശയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വീഡിയോസിൻ്റെയും കാര്യങ്ങളുടെയും അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾക്കുള്ളതൊക്കെ വരാറുണ്ട്. കുറച്ച് പണി കിട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കല്ല, എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ. അപ്പോൾ അതെനിക്ക് വീഡിയോ വന്നിട്ട് ഒരു കമ്പനിയെ പറ്റി പറയാൻ വളരെ മോശമാണ്. ഞാൻ ഇതുവരെ അവരെ പ്രോഡക്റ്റുകൾ ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി കാര്യം നമ്മുടെ ചാനലുകളിലെ കുറേ കമൻറ്റുകളിൽ വരാറുണ്ട്, ഈ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവരുടെ സ്കാമാണ്. അവർക്കൊരു ടീം തന്നെ ഉണ്ട് അതിനായിട്ട്. അപ്പം അത് കൊള്ളില്ലെന്ന് പറയുന്നവർ വിളിച്ച് ചീത്ത വിളിക്കുക, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് രൂക്ഷമായിട്ട് എൻ്റെ ചാനലിലും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരെ കമൻറ്റുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് അത് നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രം. അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. നോക്കട്ടെ, ചെയ്യാം. പിന്നെന്താ പറയേണ്ടത്? പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് അതൊക്കെ നടക്കട്ടെ.
പിന്നെന്തേ, വേറെ ഒന്നുമില്ല. ആകെ കൂടി വീഡിയോ ചെയ്യാത്തതുകൊണ്ടൊക്കെ ഒരു ടച്ച് പോയി ഗൈസ്. നിങ്ങളോട്ടുള്ള ഒരു ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോകളൊന്നും റീച്ചാകില്ല, വളരെ പെട്ടെന്നൊന്നും റീച്ചാകില്ല എന്ന് എനിക്കറിയാം. കാര്യം ഒരുപാട് ഗ്യാപ്പുകളൊക്കെ വന്നു. ഒരുപാട് എന്നെക്കാൾ നന്നായിട്ടൊക്കെ ചെയ്യുന്നതും ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ അങ്ങ് അടിയിൽ പോയി. ഈ പച്ചയില എന്താണ്, പച്ചയില പഴുത്ത ഇല കൊഴിയുന്നുണ്ട് പച്ചയില ചിരിക്കുന്നു, അങ്ങനെ എന്തോ ഡയലോഗില്ല, അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ്സ് നല്ല 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 അടിപൊളി കണ്ടന്റുകൾ ഞാനൊക്കെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഓരോ കണ്ടന്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഓരോ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കസരെടുത്ത് അവൻ്റെയൊക്കെ മണ്ടക്കടിക്കാൻ തോന്നും. ചില ചോദ്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മുടെ ചാനലിൽ അത്രയും തരംതാഴ്ന്ന രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള ചാനലിൽ സംഭവമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പോക്ക് എങ്ങോട്ടാണെന്നൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അപ്പം ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ ഇപ്പോൾ അടിയിൽ പോയി. ഇപ്പോൾ അതൊന്നും വലിയ റീച്ചൊന്നും കിട്ടില്ല. പക്ഷേ എങ്കിലും നോക്കാം, നമുക്ക് നമ്മുടേതായിട്ട് സ്റ്റൈലിലൊക്കെ ചെയ്ത് നോക്കാം. ബാക്കിയുള്ളവർ ഇന്നത് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സും കുറച്ച് ആൾക്കാരൊക്കെ പറയാറുണ്ട്, എടാ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കുറച്ച് മസാലയൊക്കെ കലർത്തി നമ്മൾ വീഡിയോസ് ചെയ്തതൊക്കെ ആയാലേ അത്യാവശ്യം റീച്ച് ഇനി ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു രീതിയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. നമുക്കുള്ളത് മതി. ഉള്ള ആൾക്കാർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇനി ഉണ്ടാകും. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ എല്ലാ തവണയും വന്നിരുന്നത് വെറുതെ പറയാറുണ്ട് വീഡിയോ ഇനി എന്ന് വിടാമെന്ന്. പക്ഷേ ഇനി അങ്ങനെയല്ല, വീഡിയോ ആയിട്ട് തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. വീഡിയോയും റീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തത്. പിന്നെ കുറച്ച് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഇങ്ങനെ തുടങ്ങി, അതിൻ്റെയൊക്കെ സെറ്റപ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബിസി ലൈഫായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെന്താണ്, നമ്മുടെ പെറ്റ്സ് ആൻഡ് ബോട്ട്സ് എന്ന ചാനലുണ്ട്. അപ്പോൾ അതിൽ വന്നൊരു വീഡിയോ ഇനി ഇടണം. അതും അങ്ങ് അടിയിൽ പോയി. ചെടിയുടെ കാര്യങ്ങളൊക്കെ അടിയിൽ പോയി. ചെടി സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട്. ചേച്ചിമാരും അമ്മച്ചിമാരും മാമന്മാരും മാമിമാരൊക്കെ എല്ലാവരും എന്നെ മറന്നിട്ടുണ്ട്. ചെടികളൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ ചെടികളൊന്നും ഇപ്പോൾ ഇല്ല. ചെടികളൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതൊക്കെ എല്ലാം പോയി. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം. പിന്നെന്താണ് പറയാനുള്ളത്, ലൈഫിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തൊക്കെ കുറേ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്, നമ്മൾ നല്ലൊരു സ്റ്റുഡിയോ, നല്ല കുറച്ച് കണ്ടന്റുകൾ ചെയ്യാനായിട്ടും നല്ല കുറച്ച് ക്വാളിറ്റി കണ്ടന്റുകൾ നിങ്ങൾക്ക് എത്തിക്കാനായിട്ടും നല്ലൊരു സ്റ്റുഡിയോ ഞാൻ തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം ചാനലുകളിൽ ഒരു സ്റ്റുഡിയോ ഒരു വീടാക്കി എടുത്ത ഞാൻ മാത്രമുള്ളതെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ മലയാളം ടെക്കിലെ അജിത്ത് ബ്രോ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, പുള്ളി ഒരുപാട് ടെക്ക് വീഡിയോസ് ചെയ്യുന്നതാണ്. പുള്ളിയുടെ ഞാനിവിടെ എന്ത് ചെയ്താലും, എന്ത് ടെക്നിക്കൽ പരമായിട്ടുള്ള ഇപ്പോൾ മൈക്കാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ഞാൻ പുള്ളിയുടെ ഒരു സജഷൻ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. മലയാളം ടെക്കിലെ അജിത്ത്, പുള്ളിക്കാരൻ്റെ ചാനലൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾ പരിചയപ്പെടുന്നൊരു സഫാരി ഗ്രൂപ്പിൽ പുള്ളിക്കാരൻ സഫാരി ഉണ്ട്, എനിക്കും സഫാരി അടിപൊളി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരനോട് പരിചയപ്പെടുന്നത്. അങ്ങനെ ആ പരിചയം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നന്നായിട്ട് പോകുന്നുണ്ട്. വേറെ എന്താണ്, അങ്ങനെ അപ്പോൾ കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ മലയാളം ടെക്കിലെ അജിത്തിൻ്റെ സ്റ്റുഡിയോ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അടിപൊളി രസമുണ്ട് കാണാൻ. അപ്പം എനിക്കും ഒരു സ്റ്റുഡിയോ അതേപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഹാപ്പിനെസ്, എല്ലാം ഒരു എന്തെങ്കിലും ഇത് ഫുള്ളൊന്നും റെഡി ക്യാഷ് ഒന്നും അല്ല കേട്ടോ. കുറേ മൊത്തത്തിൽ ഏതാണ്ടൊക്കെ ഒരു 80% ലോണൊക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഹാപ്പിയാണ്. നമുക്കിപ്പോൾ എന്നും നമുക്ക് വീട്ടിലിരുന്ന് ബെഡ്റൂമിലിരുന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതൊരു പ്രൊഫഷണൽ ടച്ച് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു ജോലി ഉള്ളതെന്ന് നമുക്ക് തോന്നും. ഈ യൂട്യൂബ് വീഡിയോ മാത്രമല്ല കേട്ടോ, അല്ലാതെ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അടിച്ചടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ ഒരു പോഡ്കാസ്റ്റിനൊക്കെ ആയിട്ട് ഒരു പുതിയ ചാനൽ തട്ടിക്കൂട്ടിയാലോ എന്നൊരു ഡൗട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. എന്നെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു പോഡ്കാസ്റ്റിനും കുറച്ച് ലൈഫ് സ്റ്റൈൽ വ്ലോഗല്ല, കുറച്ച് പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. വെറുതെ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് കേട്ടോ. ഓരോരുത്തർ വീഡിയോസ് നല്ല കുറച്ച് പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ട്, കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ചെയ്താൽ നല്ല രസമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് പോഡ്കാസ്റ്റ് ചെയ്യാം. വേണ്ടെന്നായിരിക്കും കൂടുതൽ കമൻറ്റും വരുന്നത്. എന്നാലും ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ വേണം, പോഡ്കാസ്റ്റ് ചെയ്തേ മതിയാകും. അതായത് ചെയ്യാതെ ഞാൻ വിടില്ല യൂട്യൂബിന്, ഞാൻ എന്തായാലും ചെയ്യും. അപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. എന്ത് പേരിടണമെന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പോഡ്കാസ്റ്റിന് എന്ത് പേരിടണമെന്നും അറിയാവുന്ന ഒരു സജഷൻ പറയുക. നല്ലൊരു പേരാണെങ്കിൽ ഞാൻ ഇടാം. നിങ്ങൾ സജഷൻ ചെയ്യുന്ന നല്ലൊരു പേര് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു 2000 റുപ്പീസിൻ്റെ ഒരു വൗച്ചർ ഞാൻ തരുന്നതാണ്. വൗച്ചർ എന്ന് വെച്ചാൽ 2000 റുപ്പീസ് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ വഴി അയച്ചു തരാം. നിങ്ങൾക്ക് അത്
യൂസ് ചെയ്യാം. വൗച്ചറായിട്ടൊന്നും എനിക്ക് തരാൻ അറിയില്ല. നല്ലൊരു പോഡ്കാസ്റ്റിന് ഇടാൻ പറ്റിയൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, കണ്ടൻറ്റുകളൊക്കെ അറിയാമല്ലോ എന്ന് വെച്ചാൽ എനിക്കും വളരെ വലിയ ഐഡിയ ഒന്നുമില്ല. എന്തെങ്കിലും കുറച്ച് നല്ല കണ്ടൻറ്റുകളൊക്കെ ഇടണം. അപ്പോൾ ഒരു പേര് നല്ലോണം സജസ്റ്റ് ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ 2000 രൂപയുടെ ഒരു വൗച്ചർ നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ദൈവം ഇതൊക്കെ റെക്കോർഡ് ആകുന്നതാണ് ഡൗട്ട്. ഞാൻ ഡി ജെയുടെ മൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഗൈസ്, ഫസ്റ്റ് ടൈം. ദിസ് ഫസ്റ്റ് വീഡിയോ, ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. മൈക്ക് എടുത്തു, പുതിയ ക്യാം എടുത്തു, പുതിയ ലൈറ്റ് എടുത്തു, എല്ലാം എല്ലാ സാധനങ്ങളും എടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഇന്ന് എല്ലായിടത്തും കുത്തിയപ്പോൾ തന്നെ നമ്മുടെ പഴയ ലൈറ്റ് കത്തിപ്പോയി. കത്തിയെന്ന് വെച്ചാൽ ഇങ്ങനെ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ എരിഞ്ഞ് പോയി അതിനൊരു വയർ. അപ്പോൾ വയറെന്തോ ഷോർട്ടൊക്കെ ആയി. അപ്പോൾ അതിന് ആയിട്ടുള്ള കണക്ടറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്ട് ചെയ്യണം, ഇടണം. പിന്നെ ഒരു സിസ്റ്റം എടുത്തു. സിസ്റ്റം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ മാക്കിലോട്ട് ഞാൻ വെച്ച് മോണിറ്ററും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചു. നമ്മൾ മലയാളം ടെക്കിൽ അജിത്ത് പറഞ്ഞിട്ടുള്ള മോണിറ്റർ എടുത്ത് നമ്മൾ LGയുടെ ഒരു അൾട്രാ വൈഡ്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എടുത്ത ഒരു ഗാഡ്ജറ്റിൽ ഒരു 90% എനിക്ക് അജിത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അതെല്ലാം എടുത്തത്. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. എല്ലാവരെയും കൂടി എങ്ങനെ പറയുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ടാൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ 2 കൂട്ടർ കാണരുത് കേട്ടോ. കാര്യം സമയമില്ലാത്തത് എൻ്റെ വീഡിയോ കാണുന്നത്. ഞാൻ വളവള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത്, ഞാൻ എന്ത് കണ്ടൻറ്റാണ് ഇടുന്നത് കണ്ടന്റ് ഞാൻ അധികം പറയും. അപ്പോൾ ആ കണ്ടന്റ് ഇഷ്ടമുള്ളത് വീഡിയോ കാണണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ സ്കിപ്പ് ചെയ്യുന്ന നല്ല വീഡിയോസ് കാണാൻ പോകും. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതുവരെ സഹിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.